മനോജിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. ആ പാവത്തിൻ്റെ കുറേ സ്വർണവും പണവും എല്ലാം ഈ കള്ളൻ അടിച്ചുകൊണ്ട് പോയി. പോലീസ് എത്തി, പോലീസ് പട്ടിയൊക്കെ എത്തി. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കള്ളനെ കയ്യോടെ പോലീസ് പിടികൂടുകയാണ്. ഓ, നിങ്ങൾ വിചാരിക്കും പിന്നെ ഫിംഗർ പ്രിൻറ്റ് കാണും കള്ളൻ്റെ, അങ്ങനെയായിരിക്കും പിടികൂടിയെന്ന്. ചിലർ വിചാരിക്കും പോലീസ് പട്ടി മണം പിടിച്ച് കണ്ടുപിടിച്ചായിരിക്കുമെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുന്തവും അവിടെ നടന്നിട്ടില്ല. പക്ഷേ ഈ കള്ളൻ അവശേഷിപ്പിച്ച ഒരേ ഒരു തെളിവ്, ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ആ തെളിവാണ് കള്ളന് വിനയായിട്ട് മാറിയത്. എന്തായിരിക്കും ആ കള്ളൻ അവശേഷിപ്പിച്ച ആ തെളിവ്? ആരാണ് ഈ കള്ളൻ? എങ്ങനെയാണ് പിടികൂടിയത്? കേട്ടാലോ. മനോജ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഭാര്യയാണെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ, ചെറിയ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ്. അങ്ങനെ ഈ മനോജും ഭാര്യയും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് സ്വർണവും, അതായത് 7 പവൻ സ്വർണ്ണം. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ, ഒരു പവനിപ്പോൾ അറിയാമല്ലോ, ഓരോ ദിവസം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുവാണ്. ഏറ്റവും നല്ല സമ്പാദ്യമാണ് ഈ സ്വർണ്ണം. ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 7 പവൻ സ്വർണവും 10-15,000 രൂപയും കൂടെ ഈ കള്ളൻ അടിച്ചുകൊണ്ട് പോയി. തകർന്നു പോകുമല്ലോ, തകർന്നു പോയി. മനോജാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയി. മനോജിൻ്റെ ഈ വാക്കൊന്ന് കേട്ടെ. എൻ്റെ പേര് മനോജ്. എന്തൊക്കെ പോയിട്ടുണ്ട്? പോയത് ഒരു 7 പവൻ്റെ ഉരുപ്പടിയും പിന്നെ ഒരു 15,000 രൂപയും. നിങ്ങൾ എപ്പോഴാണ് അറിയണത് ഇത്? ഞാൻ 7 മണിക്കാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോയിട്ട് ഒരു 8:40 മുമ്പ് ഞാനും വൈഫും പിന്നെ മക്കളായിട്ട് തിരിച്ച് വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഡോർ തുറന്നകത്ത് കയറിയപ്പോഴാണ് സംഭവം കാണുന്നത്. ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു. ആദ്യം എൻ്റെ അനിയനെ വിളിച്ച് പറഞ്ഞത്. കാര്യം അവന് ട്രാഫിക്കിൽ ജോലി ആയതുകൊണ്ട് അതാണ് ട്രാഫിക്കിലായതുകൊണ്ട് അവൻ നമുക്ക് പോലീസുകാരുടെ നമ്പറില്ല. അപ്പോൾ അവൻ വിളിച്ച് പറയും. അങ്ങനെ അവനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവരെന്താ എൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു. അതിനോട് പിന്നെ അനിയനാണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. മനോജ് നെഞ്ചു പൊട്ടി പറയുന്ന കാര്യം കേട്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരാതി കൊടുക്കുക അല്ലേ? പരാതി കൊടുത്തവർ. അങ്ങനെ പോലീസ് എത്തി, പോലീസ് പട്ടിയെത്തി, ഫിംഗർ പ്രിൻ്റ് എത്തി, സർവ്വസന്നാഹങ്ങളുമായിട്ട് അന്വേഷണം തുടങ്ങുകയാണ്. ഈ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത് രാത്രി 7 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ്. അങ്ങനെ ആ സമയത്ത് ഈ മോഷ്ടാവ് ആ വീട്ടിൽ കയറി മോഷ്ടിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. ഈ സമയത്താണ് മനോജ് ഓട്ടോ ഓടാൻ പോകുന്നത്. വൈകുന്നേരം നല്ല ഓട്ടവും കിട്ടും, അതുകൊണ്ടാണ് ആ സമയത്ത് ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. ഭാര്യയാണെങ്കിൽ ആ സമയത്ത് 7 തൊട്ട് 8 മണി വരെയൊക്കെ മത്സ്യം വിൽക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോകും. മക്കളാണെങ്കിൽ ഈ മനോജും ഭാര്യയും കൂടെ ചേർന്ന് കുടുംബ വീട്ടിൽ കൊണ്ട് ആ മക്കളെ കൊണ്ടാക്കും. പിന്നെ ഈ വീട്ടിൽ ആരും കാണത്തില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഏതോ ഒരു വില്ലനാണ് ഈ വീട്ടിൽ കയറി മോഷണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് അലമാരി തല്ലിപ്പൊളിച്ചിരിക്കുന്നു. ആ അലമാരിയിൽ നിന്നാണ് ഈ സ്വർണ്ണവും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കള്ളൻ കയറിയിരിക്കുന്നത് വാതിൽ വഴിയല്ല കേട്ടോ, ജനൽ കമ്പിയല്ല, അറത്ത് മുറിച്ചു മാറ്റി അതിൽ കൂടിഞ്ഞ് ഒത്താണ് അകത്ത് കയറി മോഷണം നടത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് ഈ വാതിലൊക്കെ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ വീടിനെ പറ്റി അറിയാവുന്ന ഏതോ ഒരുത്തരാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. പോലീസ് വിദഗ്ധമായിട്ട് അന്വേഷണം നടത്തി കേട്ടോ. പക്ഷേ അത്രത്തോളം ഒന്നും സാഹസം പോലീസ് നേരിടേണ്ടി വന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കള്ളനെ കണ്ടുപിടിക്കുകയാണ്. സാധാരണയായിട്ടൊരു മോഷണം നടക്കുമ്പോൾ എന്തുമാത്രം സാഹസപ്പെട്ട പരിപാടിയല്ലേ? ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കുന്നതായിരിക്കും കള്ളൻ ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്നത്. ദിവസങ്ങളെടുക്കും കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷേ ഇത് ആ ദിവസം തന്നെ കള്ളനെ കണ്ടുപിടിക്കുകയാണ്. ആരാണെന്നറിയാമോ? പറ, ആരായിരിക്കും? നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ആരായിരിക്കും? ഒരുപാട് നാട്ടുകാരെ സംശയിക്കാം, പോലീസുകാരെ സംശയിക്കാം, നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നു. ശരിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. മനോജ് തന്നെയാണ് ആ കള്ളൻ. എന്ന് പറഞ്ഞാൽ ആരാണോ കേസ് കൊടുക്കാൻ പോയത്, ആരാണോ നേരത്തെ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞില്ല, ആ ആൾ തന്നെയാണ് കള്ളൻ. ഇനി എങ്ങനെയായിരിക്കും മനോജിനെ പോലീസ് പിടികൂടിയതല്ലേ? മനോജ് ഒരു തിരുമണ്ടനായ കള്ളനാണ്. അയാൾ കാണിച്ച പണി എന്താണെന്ന് അറിയാമോ? വലിയൊരു മണ്ടത്തരമാണ് പോലീസ് ഈ മനോജിനെ കൊടുക്കാനുള്ള കാരണം. ഈ വീട്ടിൽ താമസിക്കുന്നത് ഇവരെ കൂടാതെ ഇവരുടെ അളിയൻ കൂടിയുണ്ട്. മനോജ് കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണ്ണവും പണമൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിൽ ഒരു കൊലുസെടുത്ത് ഈ മനോജ് എന്തോ കാര്യത്തിന് വേണ്ടി പണയം വെച്ചു. ഭാര്യ അറിയാതെയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കുക. അവർ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഒക്കെ ഈ മത്സ്യം വിറ്റുണ്ടാക്കുന്ന പൈസയാണ് ഈ മനോജ് ഈ പണി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഭാര്യ അറിയാതെ കാണിച്ച പണി ഇയാൾക്ക് വിനയായിട്ട് മാറുമെന്നുള്ള പേടി ഇയാൾ അലട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു നാടകം കളിക്കാം. കള്ളൻ ഈ വീട്ടിൽ കയറി പോലീസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, കൂടെ ആ 7,000 രൂപ അല്ല 10,000 രൂപ കൂടെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു നാടകം വരുത്തി തീർക്കണം. അതാണ് മനോജിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇയാൾ ആ പ്ലാൻ തയ്യാറാക്കുകയാണ്. പക്ഷെ ആരെങ്കിലും സംശയിച്ചാൽ സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ളതാരാ? ഈ മനോജിനെ കൂടാതെയുള്ളതാരുണ്ട്? മനോജിൻ്റെ അളിയനുണ്ട്. ഈ മനോജും അളിയനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയല്ല. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു വൈരാഗ്യം ഈ അളിയൻ്റെ പുറത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടിൽ ആ മോഷണം നടത്തിയിരിക്കുന്ന അളിയനാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനും ഒക്കത്തില്ല. അങ്ങനെ ആ പ്ലാൻ തയ്യാറാക്കുകയാണ്. കൃത്യമായിട്ട് തന്നെ മനോജ് ആ രാത്രിയോടെ പ്ലാൻ തയ്യാറാക്കി. ഭാര്യയെ കൊണ്ട് മത്സ്യം കച്ചവടം നടത്തുന്ന സ്ഥലത്ത് കൊണ്ട് വിടുന്നു, മക്കളെ കൊണ്ട് കുടുംബ വീട്ടിൽ വിടുന്നു. മനോജ് ഓട്ടോ ഓടിക്കാൻ പോവുകയാണ്. പക്ഷേ മനോജ് ഓട്ടോ ഓടിക്കാൻ പോയില്ല.
രണ്ടുപേരെയും രണ്ട് സ്ഥലത്താക്കിയിട്ട് മനോജ് ഈ വീട്ടിലേക്ക് വരികയാണ്. ഇയാൾ വന്നത് വെറുതെ അല്ല, കൂടെ ഒരു വെൽഡിങ് കട്ടർ കൂടിയുണ്ട്. അങ്ങനെ ആ ഫ്രണ്ടിലുള്ള ജനലിൻ്റെ കമ്പി ഓരോന്നും അറുത്ത് മുറിച്ച് മാറ്റുകയാണ്. ഒരു മോഷണം നടന്ന രീതിയിലൊക്കെ അവിടെ ഒപ്പിക്കാൻ പോവുകയാണ്. വാതിൽ തുറന്നിടുന്നു, അകത്ത് കടന്ന് അലമാരിലുള്ള പണവും സ്വർണ്ണമൊക്കെ അടിച്ച് മാറ്റുന്നു. എല്ലാം ഓക്കെ, അതുവരെ എല്ലാം ഓക്കെയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ നേരെ ഭാര്യയും കൂട്ടി ആ വീട്ടിലേക്ക് വരുന്നു. അയ്യോ വീട്ടിൽ കള്ളം കയറി എന്നും പറഞ്ഞൊരു നാടകം അവിടെ മനോജ് ഉണ്ടാക്കിയാണ്. ഭാര്യ വിശ്വസിച്ചു കേട്ടോ, എല്ലാ തെളിവുകളും കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം തുറന്നു കിടക്കുകയല്ലേ. അങ്ങനെ ഭാര്യയും കൂട്ടിക്കൊണ്ട് രായ്ക്ക് രാമാനം കൊണ്ട് കേസ് കൊടുക്കുകയാണ്. അതുവരെ പെർഫെക്റ്റാണ്. പോലീസെത്തി അന്വേഷണം തുടങ്ങുകയാണ്. വീട്ടിൽ കയറി പോലീസല്ലേ, പോലീസിനെ കളിപ്പിക്കാൻ പറ്റും. എത്രയോ കേസുകൾ കണ്ടതാണ്. മനോജ് ആണെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം പാടെ പാളി പോവുകയാണ്. കയ്യോടെ തന്നെ ഈ മനോജിനെ പോലീസ് പൊക്കുകയാണ്. എന്തായിരിക്കും അല്ലേ, എങ്ങനെയായിരിക്കും? ഒരു തെളിവുമില്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല, പോലീസ് പറ്റി മണം പിടിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഈ മനോജ് കാണിച്ച അല്ലെങ്കിൽ മനോജ് വഴി ഉണ്ടായ ആ തെളിവാണ് ഇതിന് പുലുവായിട്ട് മാറുന്നത്. മനോജ് ആദ്യമൊക്കെ പറയുന്നുണ്ട്, ആരെങ്കിലും സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ മനോജ് തന്നെ പറയും, എനിക്ക് അളിയന് സംശയമുണ്ട്, അളിയൻ ഇച്ചിരി തട്ടിപ്പ് വീറിനൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അളിയൻ നിരപരാധിയാണെന്നൊക്കെ പോലീസ് ആദ്യമേ തന്നെ വിലയിരുത്തുന്നുണ്ട്. പിന്നെ ശ്രദ്ധ മുഴുവൻ പോകുന്ന ഈ മനോജിലേക്കാണ്. അത് മനോജ് കാണിച്ചൊരു മണ്ടത്തരമാണ്. എന്താണെന്നറിയാമോ? ഇനി അതാണ് എല്ലാവർക്കും ആകാംക്ഷ അല്ലേ. സാധാരണയായിട്ട് ഈ കള്ളൻ എങ്ങനെയാണ് ഈ ജനലിൻ്റെ കമ്പിയൊക്കെ അറുത്ത് മുറിച്ച് മാറ്റുന്നത്? വെളിയിൽ നിന്നുകൊണ്ടാണ് അല്ലേ. വാതിൽ തുറക്കാത്തിടത്തോളം കാലം വെളിയിൽ നിന്നുകൊണ്ടാണ് അറുത്ത് മുറിച്ച് മാറ്റുന്നത്. പക്ഷെ മനോജ് എങ്ങനെയാണ് അറുത്ത് മുറിച്ച് മാറ്റിയേക്കുന്നത്? വീടിൻ്റെ അകത്ത് കയറി ഈ കതവൊക്കെ തുറന്നിട്ട് അകത്ത് കയറിയിട്ട് ഈ ജനലിൻ്റെ കമ്പിയെല്ലാം വെൽഡിങ് കട്ടർ ഉപയോഗിച്ച് അറുത്ത് മുറിച്ച് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൊടി എവിടെയാണ് വീഴുന്നത്? ഈ വെൽഡിങ് കട്ടർ വെച്ച് ഉപയോഗിക്കുമ്പോൾ എവിടെ പൊടി വീഴും? അകത്തല്ലേ പൊടി വീഴുന്നത്. പോലീസ് ഒരു കാര്യം വ്യക്തമായും മനസ്സിലാക്കി, അകത്തുള്ള ഒരാളാണ് ഈ കമ്പി അറുത്ത് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ആ പൊടി തൂത്ത് കളയാൻ മനോജ് മറന്നുപോയി. ഇനി ആരായിരിക്കും? ആ വീട്ടിൽ ആണുങ്ങളായിട്ടുള്ളത് മനോജും അളിയനും മാത്രമാണ്. ആരും സംശയിക്കാം. പക്ഷേ അവിടെയും പോലീസ് പിടിവള്ളിയായിട്ട് മാറുകയാണ്. ഈ വെൽഡിങ് കട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ കയ്യിലൊക്കെ ചെറിയ ചെറിയ ഈ പൊള്ളൽ വരുമല്ലോ, അതും കൃത്യമായിട്ട് ഈ മനോജിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പൊള്ളൽ പറ്റി, അതും മായ്ക്കാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടാതിരിക്കും മനോജിന് കഴിഞ്ഞില്ല. അങ്ങനെ അതും ഒരു പിടിവള്ളിയായിട്ട് അവശേഷിച്ചു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ആരായിരിക്കും പ്രതി എന്ന് പോലീസ് മനസ്സിലായി, മനോജ് തന്നെയാണ്. അങ്ങനെ മനോജ് കയ്യോടെ കുറ്റമേൽക്കുന്നതോടെ ഈ കഥയ്ക്ക് പരിസമാപ്തി ആവുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയമാണ് അല്ലേ. ഭാര്യ അല്ലെങ്കിൽ അവരുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചു. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയം ഇപ്പോൾ നാണം കെട്ട കേസായി. അവരുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യം ലോകം മുഴുവൻ അറിഞ്ഞു, ഞാനറിഞ്ഞു, നിങ്ങളറിഞ്ഞു, അങ്ങനെ ഇനി അറിയാത്തവരാരുമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? നമ്മൾ എത്രയൊക്കെ കുറ്റകൃത്യങ്ങൾ, എത്ര സമർത്ഥമായിട്ട് കുറ്റകൃത്യം ചെയ്താലും അവശേഷിക്കുന്ന ഒരു തെളിവിൽ നിന്നാണ് ആ കേസ് തെളിയുന്നത്. ഇവിടെ ആ പൊടിയാണ്, ആ വെൽഡിങ് അല്ലെങ്കിൽ ആ ജനലിൻ്റെ കമ്പിയിൽ നിന്നുണ്ടായ ആ പൊടിയാണ് ഈ കേസിന് തുമ്പായിട്ട് മാറിയത്. നമ്മൾ എത്ര കുറ്റകൃത്യം ചെയ്താലും ഒരു തെളിവ് അവശേഷിപ്പിക്കും. ഇത് അന്വേഷിക്കുന്നത് സമർത്ഥനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ തെളിയിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരമൊന്നും ഒരു മനോജും കാണിച്ചു കൂട്ടലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.